നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലി യൂണിറ്റ് 1ൽ വരുന്ന ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ്. പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികളത് സമയം പോലെ കേൾക്കുക. അതിനുശേഷം ഈ പഠന പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കുക. P.A. മുഹമ്മദ് കോയ എഴുതിയ സുൽത്താൻ വീട് എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പാഠഭാഗമായി തന്നിരിക്കുന്നത്. ചട്ടിപ്പത്തിരി. കോഴിക്കോടിൻ്റെ രുചി വൈവിധ്യങ്ങളിൽ ഒരു പ്രധാന ഇനമായ ചട്ടിപ്പത്തിരിയെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്. പ്രസ്തുത ഭാഗത്തിൽ ബിച്ചായി ഷെയ്ഖ് താത്തയാണ് പ്രധാന കഥാപാത്രമായി വരുന്നത്. ഒരു സമുദായത്തിൻ്റെ ജീവിത രീതികൾ, വസ്ത്രം, ഭക്ഷണം, സംസാര ഭാഷ, ആചാരാനുഷ്ഠാനങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായ നിരീക്ഷണ പാടവത്തോടെ അത്രയും വിശദമായിട്ട് P.A. മുഹമ്മദ് കോയ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ജോലി ചെയ്താലും ആ ജോലിയോടുള്ള താല്പര്യവും അതിലുള്ള ശ്രദ്ധയും ഒത്തുചേരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ജോലി മഹത്തരമാകുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയില്ലേ, നന്നായിരിക്കുന്നു, നന്നായി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഇവിടെ ബിച്ചായി ഷെയ്ഖ് താത്തയും അടുക്കളയിൽ പലഹാരങ്ങളുടെ താജ് പണിയുകയാണ്. ഒടുവിൽ തൻ്റെ പരിശ്രമം ഫലവത്തായപ്പോൾ ആശ്വാസവും അഭിമാനവും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണവർ ഒരു ബായിക്ക് ബെത്തിലടക്ക എടുത്ത് ആശ്വാസത്തോടെ മുറുക്കുന്നത്. എങ്ങനെയാണവർ ഈ പലഹാരം കൊണ്ട് താജ് പണിയുന്നത് ഇല്ലേ? അതൊക്കെ നമ്മൾ കഥ കേട്ടു അല്ലേ? പലഹാരം തയ്യാറാക്കുന്നതിനിടയിൽ ഒരു കുട്ടി അടുക്കള വാതിൽക്കൽ വന്ന് ചോദിക്കുന്നതെന്നും അവർ കേട്ടില്ല. ലോകത്തെ മറ്റൊരു ഒച്ചയും കേൾക്കാത്ത വിധത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയിലേക്ക് കേന്ദ്രീകരിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. കണ്ണോ മനസ്സോ മറ്റൊന്നിലേക്കും പതരാതെ തൻ്റെ സൃഷ്ടികർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സർഗാത്മകമായ ആ ചട്ടിപ്പത്തിരി നിർമ്മാണത്തിനിടയിൽ സ്വാഭാവികതയോടെ അവിടുത്തെ നാട്ടുഭാഷയും അല്ലെങ്കിൽ ആ വാമൊഴി ചന്തത്തിൻ്റെ അതായത് കോഴിക്കോടൻ ഭാഷയും ഈ കഥയിലൂടെ സുൽത്താൻ വീട്ടിലെ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. ആ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് എന്തുണ്ടാക്കുന്നു, ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ്. നമ്മൾ നേർക്കാഴ്ച പോലെ ആ ചട്ടിപ്പത്തിരിയിൽ നമ്മളും പങ്കാളികളാണോ, അതിൻ്റെ ഒരു സ്വാദ് നമുക്കും അറിയണം, അല്ലെങ്കിൽ നമ്മളും അത് പാകമാകാൻ കാത്തിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുന്ന രീതിയിലാണ് അതിൻ്റെ നോവലിൻ്റെ രചന എന്നുള്ളതാണ് സത്യം. അങ്ങനെ തൻ്റെ കൂടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് താത്ത ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നു. ഈ നോവലിലൊരു സജീവ സാന്നിധ്യമാണ് ബിച്ചായി ഷെയ്ഖ് താത്ത. അത് കേട്ടില്ല, അതെന്നല്ല, ലോകത്തിലെ മറ്റൊരു ഒച്ചയും കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠനകാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റേത് ജോലിയിലായിരിക്കുമ്പോൾ, അടുക്കളയിൽ അമ്മ ജോലി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിലാണ് ശ്രദ്ധ. ഒന്നും ഏറിയും കുറഞ്ഞും പോകാൻ പാടില്ല അല്ലേ? അതേപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ശ്രദ്ധയാണ് ആ ബിച്ചായി ഷെയ്ഖ് താത്ത തൻ്റെ പലഹാരം ഉണ്ടാക്കുന്നതിനുള്ള ആ മിടുക്കും അതിൽ ശ്രദ്ധ കൊടുക്കുന്നതും മറ്റുള്ളവരെ കൂടി അതിൽ പങ്കാളികളാക്കുന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ താത്തയും അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ചേർന്ന് വളരെ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന അടുക്കളയിൽ രൂപം കൊണ്ടുവരുന്ന ആ ചട്ടിപ്പത്തിരിയുടെ സ്വാദ് അതിലേറെയായിരിക്കും അല്ലേ? ഈ താത്തയുടെ അധ്വാനം, പാചകം ചെയ്യുമ്പോഴുള്ള ആ ആത്മസമർപ്പണം, അല്ലെങ്കിൽ അതിനോട് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ അത് തയ്യാറാക്കുന്നതിലുള്ള ആ താല്പര്യം, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അവരുടെ വേഷത്തെപ്പറ്റി, സ്വഭാവത്തെപ്പറ്റി, ജോലിയിലുള്ള ആർപ്പണബോധത്തെപ്പറ്റി, കുടുംബാംഗങ്ങളോടുള്ള സമീപനത്തെപ്പറ്റി എല്ലാം നമുക്ക് ഈ കഥയിലൂടെ ലഭിക്കുന്നതാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ തന്നെ ഈ ബിച്ചായി ഷെയ്ഖ് താത്തയുടെ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറഞ്ഞ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇല്ലേ? നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. ഏതെല്ലാമാണവ? മുട്ടിപ്പലക, വട്ടപ്പലക, പത്തിരിക്കുഴൽ, കയ്യിൽ, പിഞ്ഞാണം, സാൻ, ചെമ്പ്, വട്ടച്ചെമ്പ്, മൂടി, തകരപ്പാട്ട ഇവയെല്ലാം ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഏറെ കുട്ടികളുള്ള പുരയാണ്
കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്? ഇങ്ങനെ പറയാൻ കാരണമെന്ത്? അദ്രിമാൻ പിയാപ്പിള ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിവെച്ചിരുന്നു. വാങ്ങിയ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ ബിച്ചായി ഷെയ്ഖ് താത്തയോട് പറയുന്നതാണ് സന്ദർഭം. ഏറെ കുട്ടികളുള്ള ആ വീട്ടിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തു കഴിക്കാൻ സാധ്യതയുണ്ട്. കിസ്മിസ്, ബദാം തുടങ്ങിയ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. അത് അവരുടെ കണ്ണിൽ പെട്ടാൽ എടുത്തു കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എണ്ണം നോക്കണമെന്ന് അവർ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്. ഞാൻ മരിച്ച പോലെ മറന്നുപോയി. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത്? ചട്ടിപ്പത്തിരി എന്ന കഥയിൽ കൽമേയി എന്ന കഥാപാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായി കൽമേയിയോട് പാലും പഞ്ചാരയും കലക്കി വയ്ക്കാൻ ബിച്ചായി ഷെയ്ഖ് താത്ത ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവളത് മറന്നുപോയി. ചെയ്യേണ്ട കാര്യം തീരെ ഓർക്കാത്ത വിധം മറന്നുപോയി എന്നാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം കേൾക്കാം. എന്താ, ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ. ആരാണിങ്ങനെ പറഞ്ഞത്? എപ്പോൾ? എന്താ, ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ. ആരാണിങ്ങനെ പറഞ്ഞത്? എപ്പോൾ? ബിച്ചായി ഷെയ്ഖ് താത്തയാണ് ഇങ്ങനെ പറഞ്ഞത്. പലഹാരമായോ എന്ന് കൽമയുടെ മകൻ അബു ചോദിച്ചപ്പോൾ ഇത് വീട്ടിലുള്ളവർക്കല്ല, മറ്റാർക്കോ കൊടുക്കാനാണെന്ന് താത്ത മറുപടി പറയുന്നു. എങ്കിലും അവർ ഇടയ്ക്കിടെ വന്ന് ചട്ടിപ്പത്തിരി വെന്തോ എന്ന് ചോദിച്ച് ശല്യം ചെയ്തപ്പോൾ താത്തയെ ദേഷ്യം പിടിപ്പിച്ചു. ഇതിനു മുമ്പും ചട്ടിപ്പത്തിരി കഴിച്ചിട്ടുള്ള കുട്ടികൾ എന്തിനാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് എന്ന ചിന്തയാണ് അവരെ ഇപ്രകാരം ചോദിക്കാൻ പ്രേരിപ്പിച്ചത്. ബിച്ചായി ഷെയ്ഖ് താത്ത കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. എന്താവും കാരണം? താത്ത ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് തൻ്റെ മുഴുവൻ ശ്രദ്ധയും കൊടുത്തു. വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അവർ മറ്റൊന്നും കേൾക്കാതിരുന്നത്. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ? ബിച്ചായി ഷെയ്ഖ് താത്ത നല്ല പാചകക്കാരിയാണ്. ചട്ടിപ്പത്തിരി പോലുള്ള നിരവധി പലഹാരങ്ങൾ താത്ത ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴുണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി ഏതോ വിരുന്നുകാർക്ക് കൊടുക്കാനുള്ളതാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം, ആരും കുറ്റം പറയരുത് എന്ന പ്രാർത്ഥനയോടെയാണ് അവർ അതുണ്ടാക്കാൻ തുടങ്ങിയത്. വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച ചട്ടിപ്പത്തിരി ചെമ്പിലേറ്റിയപ്പോൾ പലഹാരങ്ങളുടെ താജ്മഹൽ തീർത്ത താത്തയ്ക്ക് വളരെ ആശ്വാസം തോന്നി. ധാരാളം ശില്പികളുടെ വളരെ നാളത്തെ ശ്രമകരമായ അധ്വാനത്തിലൂടെയാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ പണിതീർത്തത്. അതേപോലെ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളും ഒത്തൊരുമിച്ച് ചേർന്നാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയത്. ഒന്നിനു മുകളിൽ ഒന്നായി 20 തോൾ ചേർത്ത് പണിത ഒരു പലഹാരമായതിനാലാണ് ചട്ടിപ്പത്തിരിയെ പലഹാരങ്ങളുടെ താജെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി പാഠഭാഗത്ത് വരുന്ന നാടൻ പദങ്ങളും അവയുടെ അർത്ഥവുമാണ് പറയുന്നത്. സാമാനങ്ങൾ, സാധനങ്ങൾ. ഗോതമ്പ് പൊടി. സേർ എന്നുള്ളത് 4 നാഴിയാണ്. റാത്തൽ 1/2 കിലോ. കുതിരിക. പയ്യുംപാല് പശുവിൻ പാൽ. പിഞ്ഞാണം പ്ലേറ്റ്. പഞ്ചാര പഞ്ചസാര. ആസ കടകോൽ. മുട്ടിപ്പല കനമുള്ള മരപ്പലക. കയ്യിൽക്കണ തവിയുടെ കോൽ. മറവി. മോന്തി സന്ധ്യ. പണ്ടം കിസ്മിസ്, ബദാം, കസ്കസ് എന്നിവയെല്ലാം നുറുക്കി കൂട്ടിക്കുഴച്ചത്. ഇനി ബാട്ടിയ എന്ന് പറഞ്ഞാൽ വാട്ടിയ. തോല് ഗോതമ്പ് മാവ് നേർമയായി പരത്തിയത്. ഇനി കാസ വട്ടപാത്രം, അത് സുറിയാനി ഭാഷയിലുള്ളതാണ്. ഈറ ദേഷ്യം. ചെമ്പിൻ മൂട്ടിൽ ചെമ്പിനരികിൽ. കണ്ടം കഷ്ണം. ബരാബർ തുല്യം, അത് മതിയാവും എന്നർത്ഥത്തിൽ. ബെത്തിലടക്ക വെറ്റിലയും അടക്കയും. പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബിച്ചായി ഷെയ്ഖ് താത്തയെ ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്തെഴുതൂ. കത്തെഴുതേണ്ട ഫോർമാറ്റ് ശ്രദ്ധിക്കുക. സ്ഥലം, തീയതി രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളുടെ കൂട്ടുകാരിയോ കൂട്ടുകാരനോ അത് രേഖപ്പെടുത്തുക. സംബോധന. പ്രിയപ്പെട്ട അപർണയ്ക്ക്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിനക്ക് സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഈ അവധിക്കാലത്ത് നീ താജ്മഹൽ കാണാൻ പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ? എങ്ങനെയുണ്ട് താജ്മഹൽ? ഇവിടെ എനിക്ക് സുഖം തന്നെ. അവധിക്കാലത്ത് കൂടുതൽ യാത്രകളൊന്നും പോയില്ല. പക്ഷെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. അതിലൊന്നായിരുന്നു സുൽത്താൻ വീട് എന്ന നോവൽ. താജ്മഹൽ ഒന്നും കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ലെങ്കിലും പലഹാരം കൊണ്ട് താജ്മഹൽ തീർത്ത ഒരു കഥാപാത്രത്തെയാണ് ഞാൻ പരിചയപ്പെട്ടത്. അതാരാണെന്ന് അറിയണ്ടേ? ആ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബിച്ചായി ഷെയ്ഖ് താത്ത.
ബിച്ചായി താത്ത നല്ല പാചകക്കാരിയാണ്. പാലും മുട്ടയും ഗോതമ്പ് പൊടിയും കസ്കസും കിസ്മിസും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ചട്ടിപ്പത്തിരി. ഇത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളമൂറി. ധാരാളം ശില്പികളുടെ വളരെ നാളത്തെ ശ്രമകരമായ അധ്വാനത്തിലൂടെയാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ പണിതീർത്തത്. അതേപോലെ വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങളും ഒത്തൊരുമിച്ച് ചേർന്നാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയത്. ഒന്നിനു മുകളിൽ ഒന്നായി 20 തോൽ ചേർത്ത് പണിത ഒരു പലഹാരമായതിനാലാണ് ചട്ടിപ്പത്തിരിയെ പലഹാരങ്ങളുടെ താജെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിനക്ക് താത്തയെ പരിചയപ്പെടണ്ടേ? സ്കൂൾ തുറന്നു വരുമ്പോൾ ആ നോവൽ നിനക്ക് വായിക്കാൻ തരാം. ബാക്കി വിശേഷങ്ങളെല്ലാം നേരിൽ കാണുമ്പോൾ പറയാം. എല്ലാവരെയും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുമല്ലോ. സ്നേഹത്തോടെ കൂട്ടുകാരി അനുപമ.